പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് 4-ാം ഓണമാണ്. ഇന്നത്തോടുകൂടി നമ്മുടെ ഓണം അവസാനിക്കുകയാണ്. അടുത്ത വർഷം വീണ്ടും സുന്ദരമായ സ്വപ്നങ്ങളുമായി ഓണം നമ്മളെ തേടി വീണ്ടും എത്തും. ഈ പൂത്തുമ്പികളും ഓണത്തപ്പനും എല്ലാം ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം മാത്രം ഇവിടെ സംശയമാണ്. മാവേലി സ്വപ്നം കണ്ട സമത്വ സുന്ദര കേരളം ഇവിടെ ഉണ്ടോ എന്നത് തന്നെയാണ്. സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കിടയിൽ മാത്രം ഉണ്ടാകുന്ന സമത്വമല്ല, എല്ലാ ലിംഗങ്ങൾക്കിടയിലും സമത്വം വേണം, കുട്ടികൾക്ക് സമത്വം വേണം, മുതിർന്നവർക്ക് സമത്വം വേണം എന്നത് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ വിഭാഗം തന്നെ നമുക്കെടുക്കാം. എല്ലാ ലിംഗമെന്ന് പറയുമ്പോൾ ആൺ, പെൺ, പിന്നെ 3-ാം ലിംഗം എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ. ഇതിൽ 3-ാം ലിംഗം വലിയൊരു വിഭാഗമായതുകൊണ്ട് തൽക്കാലം നമുക്ക് അവരെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആൺ, പെൺ എന്ന് പറയുന്ന സ്ത്രീ, പുരുഷ ആ ലിംഗങ്ങളെ തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. തീർച്ചയായിട്ടും നമുക്കറിയാം, പുരുഷന്മാർക്ക് കുറേ നിയമങ്ങളും സ്ത്രീകൾക്ക് മറ്റു കുറേ നിയമങ്ങളുമാണ് നമ്മുടെ സമൂഹം കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. അത് എല്ലാ മേഖലകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പായിട്ട് ഒരു ലിംഗത്തിന് മാത്രം കുറേ നിയമങ്ങൾ സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിനെ സൈക്കോളജിയിൽ നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആൻഡ് സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയും. തീർച്ചയായിട്ടും നമുക്കറിയാം, പല വിധത്തിലുള്ള സോഷ്യൽ കണ്ടീഷനിങ്ങിന് വിധേയമായവരാണ് നമ്മുടെ സ്ത്രീകൾ എന്നുള്ള കാര്യം. അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് തന്നെ നമുക്ക് എടുത്തു നോക്കാം. ഒരു സ്ത്രീയും പുരുഷനും നീങ്ങുന്ന റിലേഷൻഷിപ്പിൽ പുരുഷന് പുരുഷൻ്റേതായ കുറേ നിയമങ്ങളുണ്ടാകും. ആ നിയമം അതുപോലെ തന്നെ സ്ത്രീയും അനുസരിച്ച് പോകണമെന്നൊരു വ്യവസ്ഥ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അത് പരാജയപ്പെട്ടാലോ അതിലേറിയ പങ്കും കുറ്റം കേൾക്കേണ്ടത് ആർക്ക് തന്നെയാണ്? സ്ത്രീക്ക് തന്നെയാണ്. അതുപോലെ ഓഫീസിൽ പകലന്തിയോളം ജോലി ചെയ്ത് വരുന്ന സ്ത്രീക്കോ അടുക്കളപ്പണി എന്ന് പറയുന്നത് സ്ത്രീയുടെ അവകാശമായിട്ട് മാറ്റിവെക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണല്ലോ. നമ്മൾ ഒരു പ്രത്യേക ലിംഗക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ വേണം അവർ മുന്നിലേക്ക് നീങ്ങേണ്ടത് എന്നത് കാലകാലങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്നു വരുന്ന ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിന് നമുക്ക് മാറ്റം വരണ്ടേ? എല്ലാ ലിംഗങ്ങൾക്കിടയിലും നമ്മൾ സമത്വം കൊണ്ടുവരണ്ടേ? അങ്ങനെയെങ്കിലല്ലേ നല്ല മാനസികാരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും വീടുകളിൽ സ്ത്രീകളോട് കാണിക്കുന്ന അസമത്വമാണ് കുട്ടികൾ കണ്ടു വളരുന്നതും. ഇങ്ങനെ വേണം ഞങ്ങളും പെരുമാറേണ്ടതെന്ന് അവർ പഠിക്കുകയും അവരുടെ ജീവിതത്തിൽ ഒരു പങ്കാളി വരുമ്പോൾ ഇതേ അസമത്വം തന്നെ അവർ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നു. ഈ ഇനക്വാളിറ്റിയെ മാറ്റിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കണം, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ വേണം അവരെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് സയൻറ്റിഫിക്കായിട്ട് നമ്മളെ മക്കളെ പഠിപ്പിച്ചെടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു സമൂഹത്തിനെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. അതാകട്ടെ മാവേലി കണ്ട സമത്വ സുന്ദരമായ കേരള സ്വപ്നം. ഓണം സീരീസ് ഇവിടെ തീരുകയാണ്. മനഃശാസ്ത്രപരമായ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ.